ലെച്ചൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴുള്ള ഈ ഒരു ഷാഡോ ഫേസിനുള്ള കാരണം, അല്ലെങ്കിൽ ഈ ഒരു ഷാഡോ ഫേസ് തുടരാനുള്ള കാരണം എന്താണ്, ഈ ഒരു ഫേസ് എങ്ങനെ ഹീൽ ചെയ്യാം, ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ, നിങ്ങൾ ഒന്നിച്ചൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവുന്നതിന് എന്താണ് വേണ്ടത്. ഈ 5 ചോദ്യങ്ങളാണ് നമ്മൾ ഈ 5 കാർഡുകളിലൂടെ നോക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കിങ് ഓഫ് സോർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ വളരെയധികം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വളരെയധികം ഇമോഷണലി നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയി, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ ബാലൻസ്ഡ് ആയിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. കൂടാതെ നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം വിഷമഘട്ടങ്ങളിലൂടെ നിങ്ങൾ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്നെല്ലാം കുറച്ച് പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സ്റ്റേൺ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ എന്ന് മാത്രമല്ല, അങ്ങനെ ആർക്കും പെട്ടെന്നൊന്നും നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ കൊടുക്കുന്നില്ല. നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് കാണാൻ കഴിയുന്നത്. കൂടാതെ നിങ്ങൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് തയ്യാറായിട്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ ചില സത്യങ്ങൾ മൂടപ്പെട്ടിട്ടുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സത്യങ്ങളെല്ലാം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സീക്രട്ടായി ഇരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി സീക്രട്ടായി കൊണ്ടുപോയിട്ടുള്ള പല കാര്യങ്ങളുടെയും വാസ്തവം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയണം എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമ്പോൾ ഇതിനെല്ലാം കൃത്യമായിട്ട് ഒരു തീരുമാനങ്ങൾ എടുക്കണം. അതായത് വെറുതെ ഇമോഷണലായി മാത്രം നിൽക്കാതെ കുറച്ച് ലോജിക്കലി തിങ്ക് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ നടന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ അറിയാനുള്ളത്, അല്ലെങ്കിൽ മുന്നോട്ട് ഇനി എങ്ങനെ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വളരെ എന്തായിരിക്കണം എന്നുള്ള കൃത്യമായ ധാരണ നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഉണ്ട്. അതായത് എല്ലാം കൊണ്ടും നിങ്ങൾ വളരെ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ നിലകൊള്ളുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സന്റെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് 8 ഓഫ് സോർഡ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ ഇത്രയൊക്കെ ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, അവരുടെ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്നുണ്ട്, അങ്ങനെയല്ലാണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് ഇതെല്ലാം അറിയാമെങ്കിൽ പോലും ഇതൊന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ ഞാനിതൊന്നും കാണുന്നില്ല എന്നുള്ളൊരു ഭാവത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഇരിക്കുന്നത്. അതായത് അവര് ഒരു ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. ആ ഒരു ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന്, അതായത് പല പല കാരണങ്ങളാൽ അതിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. പക്ഷെ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ഇവർ ഇമാജിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവരുടെ മനസ്സിലാണ്, ഇവർക്ക് മനസ്സിൽ തോന്നുന്നതാണ്, ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്, ഒരു ജയിലിൽ പെട്ട പോലുള്ള ഒരു അവസ്ഥയാണ് എനിക്ക്, ഇതിന്ന് എനിക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല, ഞാൻ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ് എന്നൊക്കെയുള്ളൊരു തോന്നലാണ്. നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പൊ അവര് സ്വയം ഇതിലേക്ക്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങി വരാതെ, അതായത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടൈം തരാതെ, നിങ്ങൾ ഒട്ടും തന്നെ മൈൻഡേ ചെയ്യാതെ അവരങ്ങനെ മാറി നിൽക്കുകയാണ്. എന്നാൽ അവർക്ക് നിങ്ങളോട് പാഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വളരെ നല്ലൊരു പാഷനും അട്രാക്ഷനും ഒക്കെ നിങ്ങളോട് ഉണ്ട് താനും. പക്ഷെ അവര് ഒന്നും ചെയ്യാതെ മാറി നിൽക്കുകയാണ്. വളരെയധികം നെഗറ്റീവ് തോട്ട്സുകളും ഇവരുടെ ഉള്ളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില വ്യക്തികളൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഒരു ഭയം കൊണ്ടാണ്.
ചിലർക്ക് സെൽഫ് ഡൗട്ടാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അവര് നിങ്ങൾക്ക് ചേർന്നൊരു ബന്ധമാണോ, അങ്ങനെയുള്ള ചില നെഗറ്റീവ് തോട്ട്സ് ചില വ്യക്തികൾക്കുണ്ട്. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് മാറി നിൽക്കുന്നതാണ്. അങ്ങനെ പല കാരണങ്ങളാൽ മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തു തന്നെയായാലും ഇത് സ്വയം അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ ആണ്. പക്ഷെ അത് റിയൽ ആണ്, അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വിശ്വസിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലൊരു ഷാഡോ ഫേസ് വരാൻ, അതായത് ഇങ്ങനെ ഒരു സെപ്പറേഷൻ വരാനുള്ള കാരണം, അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 7 ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ ജീവിതത്തിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടുണ്ടാവാം, ധാരാളം ചോയ്സസ് ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു ചോയ്സുകൾക്ക് പുറകെ പോയതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഈ റീഡിംഗ് കാണുന്നത് നിങ്ങളായതുകൊണ്ട്, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ ഈ റീഡിംഗ് കാണുന്നത്. അപ്പോൾ കൂടുതലും ഇത് നിങ്ങളുടെ വ്യക്തിയാവാനാണ് സാധ്യത. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരുപക്ഷെ ഒരു തേർഡ് പേഴ്സൺ വന്നതായിരിക്കാം. ആ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആരുമാവാം. ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് ആഗ്രഹിച്ച് വന്നിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. എന്തു തന്നെ ആയാലും ഒരു തേർഡ് പേഴ്സൺ വന്നിട്ട് നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ ഫേസ് ഉണ്ടായിട്ടുള്ളതായിട്ട് കാണാൻ കഴിയുന്നു. അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് ഫിനാൻസിന്റെ പുറകെ, അതായത് കൂടുതൽ പണം സമ്പാദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിട്ട്, അല്ലെങ്കിൽ അവരുടെ കരിയർ ഫിനാൻസും ഒക്കെ ആയിട്ട് അവര് മുന്നോട്ട് പോയിട്ടുള്ളതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ടൈം അവർക്ക് തരാൻ കഴിയാതിരുന്നതും ആവാം. അപ്പൊ ആ രീതിയിൽ പോയിട്ടുള്ള ആളുകളാണ്. പിന്നെ ചില വ്യക്തികള് ഭാര്യാഭർത്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവുമായിരിക്കുന്ന റിലേഷൻഷിപ്പിൽ തന്നെ ഇതുപോലുള്ള സെപ്പറേഷൻ ഫേസ് അനുഭവിക്കുന്നവര് ഒരുപക്ഷെ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടി ഒളിച്ചതായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. അവർക്ക് അത്രയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ കഴിയാതെ മാറി നിന്നതായിട്ട്. അതായത് അവര് വളരെയധികം ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നു, ആ റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെന്റിലേക്കൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും നമുക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫാന്റസിയാണ്, അതൊരു റിയാലിറ്റി അല്ല. ഇപ്പൊ നമ്മളൊരു റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ധാരാളം സ്വപ്നം കാണും. പക്ഷെ നമ്മുടെ ഒരു റിയൽ ആയിട്ട് ഒരു ഫാമിലി ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ അതൊന്നും ആയിരിക്കണമെന്നില്ല. അപ്പൊ അങ്ങനെ കുറെ ഡേ ഡ്രീമിംഗ് ഒക്കെ ചെയ്ത് ഒരു ഇല്യൂഷനിലൊക്കെ ആയിരുന്നു, അതായത് അങ്ങനെ ഒരു സ്വപ്ന ലോകത്തിലായിരുന്നു. ആ ഒരു ഫാന്റസി ആ ഒരു ലൈഫിലേക്ക് കടന്നു വന്നപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. ആ ഒരു റിയാലിറ്റി, അതായത് ലൈഫിന്റെ റിയാലിറ്റി അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൽ നിന്ന് മാറിയതായിരിക്കാം. അപ്പൊ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നതായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു വ്യക്തിക്ക്. അപ്പോ എന്ത് തന്നെ ആയാലും ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടി ഒളിച്ചതായിട്ടൊക്കെയാണ് കാണാനായിട്ട് കഴിയുന്നത്. അതായത് ഇതുപോലുള്ള ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലുള്ള പലതരം ചോയ്സസ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. അവർ അതിന് പുറകെ പോയിട്ടുള്ളതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഈ ഒരു ഷാഡോ ഫേസ് എങ്ങനെ ഹീൽ ചെയ്യാം എന്നുള്ളതിന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഹയറോഫന്റ് ആണ്. നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം എന്താണോ ചെയ്യേണ്ടത് അതിനുള്ള ഉത്തരവുണ്ട്. അതിന്റെ കീ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്, പക്ഷെ നിങ്ങളത് കാണുന്നില്ല. അതായത് ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം നിങ്ങളിൽ ആരെങ്കിലും ഒരാള് ട്രഡീഷനൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ഇതും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെ ഹീൽ ചെയ്യാം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ റിലേഷൻഷിപ്പില് മറ്റ് വ്യക്തികളെ ഉൾപ്പെടുത്തുന്നത് നിർത്തുക. അതായത് മറ്റ് ഫാമിലി മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തുക, അതുപോലെ ഫ്രണ്ട്സ്, അങ്ങനെ നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫ് അത് നിങ്ങളുടെ മാത്രമാണ്. ആ ലൈഫ്
ഒരു ഓരോ ലൈഫിനും അല്ലെങ്കിൽ ഓരോ റിലേഷൻഷിപ്പിനും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പാത്താണ് ഉണ്ടാവുക. അപ്പോൾ ഒരു ട്രഡീഷണൽ ആയിട്ട് ഒരു സിസ്റ്റം നമ്മുടെ സൊസൈറ്റി ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകൾ ഉണ്ടാവും. മിക്കവാറും നമുക്കറിയാം നമ്മുടെ സൊസൈറ്റി അങ്ങനെ തന്നെയാണ്, അത് നിർബന്ധം പിടിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. ആളുകൾ എന്ത് പറയുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ളവര് അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവര് എന്ത് പറയുന്നു എന്നുള്ളത് ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പാത്ത് ഉണ്ട്, അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങൾ തമ്മിൽ ഈക്വൽ ആയിട്ടുള്ള ഗീവ് ആൻഡ് ടേക്കുകൾ നടത്തുക. അതേപോലെ തന്നെ ഇപ്പോ നമ്മൾ പറഞ്ഞു ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. ആ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളത് ഫോർഗീവ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പക്ഷെ അവരുടെ സിറ്റുവേഷൻ കൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നതാണെങ്കിൽ നിങ്ങൾ അവരോട് ദയ കാണിക്കുക. ലോജിക്കലി നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത എന്നാൽ വളരെ ട്രഡീഷണൽ ആയിട്ട് കൊണ്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങളിൽ ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു ഭയങ്കര പ്രശ്നമാണ് നിങ്ങളുടെ ഇടയിൽ. നിങ്ങളത് ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും അല്ലാതെ ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും എല്ലാം ഈ ഒരു പ്രശ്നം നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ തുറന്ന് സംസാരിക്കുക. അതാണ് ഇതിൽ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ഈക്വൽ ആയിട്ടുള്ള ഒരു ഗീവ് ആൻഡ് ടേക്കിലൂടെ അതുപോലെ റെസ്പോൺസിബിലിറ്റി എല്ലാം ഈക്വൽ ആയി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സ്പിരിച്വൽ ടീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് നിങ്ങൾക്ക് മറ്റൊരു ആൾക്കാരെ ഉൾപ്പെടുത്തി അവരുടെ സഹായം തേടേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഹീൽ ചെയ്യേണ്ടത്. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾ അതുമായിട്ട് പരസ്പരം ക്ഷമിച്ച് പരസ്പരം സംസാരിച്ച് ഒരു ധാരണയിലേക്ക് എത്തുക. ഒരു ബ്രൈറ്റ് ആയിട്ട് ഒരു ഫ്യൂച്ചർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ എന്താണ് അഡ്വൈസ് ആയിട്ട് പറയുന്നത്. അതിന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 2 ഓഫ് പെന്റക്കിൾസ് ആണ്. 2 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത് ഒരു ബാലൻസിന്റെ കാർഡാണ്, ഒരു ഹാർമണിയുടെ കാർഡാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ ഒരു ഷാഡോ ഫേസിൽ നിന്ന് നിങ്ങൾ ഹീൽ ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ തന്നെയാണ് കാണുന്നത്. അതിന് പറ്റിയൊരു കാർഡാണ് 2 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത്. വളരെ നല്ലൊരു ഹാർമണി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാനായിട്ട് പോകുന്നുണ്ട്. അതായത് ഈ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഓടിപ്പോയിട്ടുള്ള ആളുകൾ, അത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആ ഒരു കമ്മിറ്റ്മെന്റിൽ നിന്നും റെസ്പോൺസിബിലിറ്റിയിൽ നിന്നൊക്കെ ഓടിപ്പോയിട്ടുള്ള ആളുകൾക്ക് ഇത് ഹീൽ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ നന്നായി നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വർക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻസ്, നിങ്ങളുടെ ലവ് ലൈഫ് എല്ലാം നിങ്ങൾക്ക് ഒരുപോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് ടൈം, എനർജി, അതുപോലെ തന്നെ എഫേർട്ട് എല്ലാം കൊടുക്കാനും അതിലൂടെ തന്നെ വളരെ ഹാർമോണിയസ് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനും കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ വളരെയധികം ബാലൻസ് കാണുന്നുണ്ട്. പക്ഷെ ആ ബാലൻസ് വരാനായിട്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ഷാഡോ ഫേസ് അത് ഹീൽ ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾ രണ്ടുപേരും തുറന്ന് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ കൺവേ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു യൂണിയൻ ഉണ്ടാവുകയും അതിലൂടെ വളരെ ബാലൻസിങ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവുകയും ചെയ്യും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യുക. റെസനേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക.